വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രത്യേക എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിലുള്ളതായ നന്ദിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുഞ്ഞുമോൻ പാസ്റ്റർ ഈ സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നല്ലോ. അതുപോലെ എൻ്റെ പ്രവർത്തകരായ കർത്തദാസന്മാര്, ആലുവ സെക്ഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സാജിമോൻ പാസ്റ്റർ, കുടുംബം, അതുപോലെ ദീപു പാസ്റ്റർ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസന്മാര്, ഈ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന ദേശനിവാസികൾ, എല്ലാവർക്കും എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എന്റെ പേര് സിബിൻ മാത്യു എന്നാണ്. എന്റെ സ്വന്തം സ്ഥലം കൂത്താട്ടുകുളം, മൂവാറ്റുപുഴയ്ക്ക് അപ്പുറം കൂത്താട്ടുകുളത്താണ്. ഇപ്പോൾ 6 വർഷത്തോളമായിട്ട് പുത്തൻവേലിക്കര എന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ആയിരിക്കുകയാണ്. സമയം വളരെ മുൻപോട്ട് പോകുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാനുള്ള ദൈവവചന സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എന്റെ പക്കൽ ഏൽപ്പിച്ച വചനം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് അവസാനം കുറിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ മൈക്കിൽ കൂടെ വായിച്ച് കേൾപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാലം അതിന്റെ അന്ത്യത്തിങ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എത്ര വേഗത്തിലാണ് ഓരോ ദിവസങ്ങളും പാഞ്ഞു പോകുന്നത്. ഇന്നലെ കണ്ട പലരും ഇന്നിവിടെ ഇല്ല എന്ന പാട്ടുകാരൻ പാടിയതുപോലെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. വളരെ തിടുക്കത്തിൽ നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. കാലം അതിന്റെ അന്ത്യത്തിങ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ആകമാനം ക്രൈസ്തവ സമൂഹം അല്ല, എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ ആഘോഷിക്കുന്ന മറ്റൊരു ക്രിസ്മസ് കൂടെ ഇവിടെ വരാൻ പോകുകയാണ്. ഡിസംബർ മാസം 25 ആകുമ്പോഴേക്കും യേശുക്രിസ്തുവിന്റെ ജനനത്തെ ലോകത്തിൽ ആകമാനമുള്ള ക്രൈസ്തവർ ആഘോഷിക്കുവാനായിട്ട് പോകുകയാണ്. ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത് ക്രിസ്മസിന്റെ ആ രാത്രിയിൽ, അല്ലെ, തലേ രാത്രിയിലൊക്കെയാണ്. ഏറ്റവും കൂടുതൽ മദ്യക്കുപ്പികൾ പൊട്ടുന്നത് ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം എന്നുള്ളതിലും അതിശയോക്തിയില്ല. എന്തിനാണ് ഇങ്ങനെ ഈ ആഘോഷങ്ങൾ നടത്തുന്നത്? ഈ ചോദ്യത്തിന് പലർക്കും ഉത്തരമില്ല. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. എല്ലാ വർഷവും പുൽക്കൂടുകൾ നിർമ്മിക്കുന്നു. അതുപോലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നമ്മുടെ ഈ ദേശങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്നാൽ വ്യക്തിപരമായി പലരോട് ചോദിച്ചാലും ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇവിടെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ സന്ദേശത്തിന്റെ ഏറ്റവും കാതലായ സത്യം മറഞ്ഞിരിക്കുന്നത്. നാം വായിച്ച് കേട്ട തിരുവചനത്തിന്റെ വാക്യത്തിൽ ഇങ്ങനെയാണെന്ന് വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നത്: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് ആ സന്തോഷം? എന്താണ് സർവ്വജനത്തോടും പറഞ്ഞത്? യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിലായി നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. ആ സന്തോഷത്തെയാണ് ദൂതൻ വന്നിട്ട് ആ ദേശത്ത് വിളിച്ച് പറയാനിടയായി തീർന്നത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല. യേശുക്രിസ്തു ഒരു പ്രത്യേകമായ മതത്തിന്റെ മാത്രം നേതാവല്ല. യേശുക്രിസ്തു ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരുടെയോ പ്രത്യേക ജാതികളുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ മാത്രം നേതാവാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ഇവിടെ ദൂതൻ വന്നിട്ട് ആ ദേശത്ത് പ്രഖ്യാപിക്കാൻ ഇടയായി തീർന്നത്. അപ്പൊ നോക്കൂ, യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു മഹാസന്തോഷമാണ്. യേശുക്രിസ്തു സർവ്വലോകത്തിനും സർവ്വമാനവജാതിക്കും മഹാസന്തോഷമാണ്. എന്നെ കേൾക്കുന്ന ഈ ശബ്ദ പരിധിയിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, പ്രാരംഭത്തിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഇന്ന് ഞങ്ങൾ ഈ പ്രസംഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ക്രമീകരിക്കാൻ മുഖാന്തരമായി മാറുന്നെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ഒരു കാലത്ത് സന്തോഷമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ചൊക്കെ ജീവിച്ചും എങ്ങനെയൊക്കെ അങ്ങ് പോയ സാഹചര്യങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിതം താറുമാറായി മാറിയ അനേകം ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ കാര്യത്തിന്റെ വക്താക്കളായി, സുവിശേഷത്തിന്റെ വക്താക്കളായി മാറി ദേശാന്തരങ്ങളിൽ സുവിശേഷത്തെ വിളിച്ചറിയിക്കാൻ ഇടയായിത്തീരുന്നതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെയുള്ള സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ വന്നു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള മഹാസന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു. എന്നെ കേൾക്കുന്ന അയ്യമ്പുഴ ദേശനിവാസികളെ, ഈ വചനം വിളിച്ചു പറഞ്ഞതുപോലെ യേശുക്രിസ്തുവാകുന്ന മഹാസന്തോഷം ഇന്ന് നിങ്ങളെ തേടി വരുന്നു. നിങ്ങളുടെ ഹൃദയമൊന്ന് തുറക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന ഈ മഹാസന്തോഷം നിങ്ങളുടെ ഉള്ളിലും നൽകിത്തരുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ സുവിശേഷം? അതിന്റെ അർത്ഥം നല്ല വിശേഷം, ഒന്നുകൂടെ പറഞ്ഞാൽ നല്ല വാർത്ത, നല്ല വർത്തമാനം എന്നീ അർത്ഥങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്ന, പ്രഭാതങ്ങളിൽ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്ന വർത്തമാന പത്രങ്ങൾ വായിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അവര് വായിക്കാതെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം എന്താ? വായിക്കാൻ കൊള്ളില്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നല്ല വാർത്തകളല്ല, നല്ല വർത്തമാനമല്ല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങളുണ്ട്, ബലാത്സംഗങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, ആത്മഹത്യകളുണ്ട്, വാഹനാപകടങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളല്ല. ഈ വാർത്തകളെല്ലാം പത്രങ്ങളിൽ മുഴുവൻ ഇത് വളരെ വിസ്താരത്തിൽ എഴുതിയിരിക്കുക. മറ്റു വാർത്തകൾക്ക് ഇന്ന് സ്ഥാനമില്ല. ഇങ്ങനെയുള്ള നമുക്ക് വേദന ഉളവാക്കുന്ന വാർത്തകളാണ് നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ നമുക്ക് മുഴുവനും വായിക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ, നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇത് വളരെ സദ്വർത്തമാനമാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത്. വിശുദ്ധ വേദപുസ്തകം വായിച്ച് ആരും അതിനെ മനസ്സുമടുത്ത് കളഞ്ഞിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം വായിച്ച എല്ലാവർക്കും ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായിട്ടുണ്ട്. വേദപുസ്തകം വായിച്ച ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, വോൾട്ടയർ എന്ന് പറയുന്ന വ്യക്തി വേദപുസ്തകത്തിന്റെ അതിൻ്റെതായ ലഭ്യതയെ ചോദ്യം ചെയ്ത് ഒരു 100 വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കും െങ്കിൽ ഈ വേദപുസ്തകത്തെ ഞാൻ ഇവിടെ തുടച്ചു മാറ്റുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? കാലം അതിനെ തെളിവ് നൽകുന്നു. അങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ ഭവനം പോലും പിന്നീട് ബൈബിൾ അച്ചടിക്കുന്ന പ്രസായി മാറിയെന്നാണ് കാലഘട്ടം പറയുന്നത്. ഞാൻ പറയട്ടെ, ബൈബിളിനെ മുടിച്ചു കളയുവാൻ ശ്രമിച്ച ആരൊക്കെയുണ്ടോ അവർ തകർന്നതല്ലാതെ ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. ഇത് സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിന് ഇന്ന് ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളിനകത്തുണ്ട്. അയ്യമ്പുഴ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനം അത് സത്യമാണ്. സത്യവചനത്തെ സത്യമായി അംഗീകരിക്കാൻ നാം മടി കാണിക്കണ്ട. അയ്യമ്പുഴ ദേശമേ, ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. ഏത് ഹൃദയത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ, ഏത് തകർന്ന ഹൃദയങ്ങളെയും മെനഞ്ഞെടുക്കുവാൻ, എത്ര കൊള്ളരുതാത്തവനെയും നല്ലവനാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തിക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലും ഈ ശബ്ദപരിധിയിൽ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിന്റെ വചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവവചനം അനേകരെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ ദൈവത്തിന്റെ വചനമാണിത്. മദ്യപാനികളെ മദ്യത്തിൽ നിന്നും വിടുതൽ കൊടുത്ത് മനുഷ്യ സ്നേഹികളാക്കി, കുടുംബത്തിൽ നല്ല പിതാവായി, നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റിയ അനുഭവങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇന്നും അത് ദൈവത്തിന്റെ വചനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് വിശുദ്ധ ബൈബിൾ നല്ല വാർത്തയാണ്, നല്ല സാക്ഷ്യമാണ്, ദൈവത്തിന്റെ വചനമാണ്. വായിച്ച വാക്യത്തിൽ ഒരു നല്ല വാർത്ത നമുക്ക് വായിപ്പാൻ കഴിയുന്നു. എന്താണത്? യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. യേശുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് 4000 വർഷത്തിനിടയിൽ ഏകദേശം 400 പ്രാവശ്യം പ്രവചനത്തിൽ, അല്ലെങ്കിൽ പ്രവചനാത്മാവിൽ, അല്ല എങ്കിൽ പ്രവചനമായി യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഞാൻ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ 2 തെളിവുകൾ വേഗത്തിൽ പറഞ്ഞ് എന്റെ സന്ദേശത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദിമ മനുഷ്യരായ ആദം ഹവ്വ ദമ്പതികൾ, ദൈവം അവർക്ക് വസിക്കാൻ വേണ്ടി ഏദൻ തോട്ടം നൽകുവാനിടയായി. ദൈവത്തോടൊപ്പം വസിച്ച് സന്തോഷത്തോടെ ജീവിച്ച ആദിമ മനുഷ്യർ, അവരിൽ പാപം പ്രവേശിച്ച് അവർ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് അവർ അർഹരായി മാറി. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്ത്, എന്നാൽ ദൈവത്തിന് പിന്നീട് വലിയ ദുഃഖം തോന്നിയിട്ട് ഈ ജനത്തെ, അല്ലെങ്കിൽ ഇവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ ദൈവം പ്ലാൻ ചെയ്തു. ആ ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണത്? സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു സ്ത്രീയെ സർപ്പത്തിന്റെ തലയെ തകർക്കും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ഒരു പ്രവചനം അവിടെ രേഖപ്പെടുത്താനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ, കാലസമ്പൂർണത വന്നപ്പോൾ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ജഡാവതാരമെടുക്കാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് BC 770 യെശയ്യാ പ്രവാചകൻ എഴുതി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ പ്രവചനം നമുക്ക് പുതിയ നിയമത്തിന്റെ പ്രാരംഭ പുസ്തകമായ മത്തായി സുവിശേഷത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു തിരുവെഴുത്തിൽ മുൻകൂട്ടി പ്രവചിച്ച് പറഞ്ഞതുപോലെ കന്യകയിൽ നിന്ന് ഈ ഭൂമിയിൽ പൂജാതനാകുവാൻ ഇടയായി തീർന്നു. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും പുരുഷന്റെ സന്തതിയെ ജനിപ്പിച്ചു, ഇന്നവരെ ജനിപ്പിച്ചു എന്നാണ് നമുക്ക് വംശാവലിയിൽ വായിക്കാൻ കഴിയുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ജനിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. എന്താണത്? യേശു എന്താണ്? പരിശുദ്ധാത്മാവിലാണ് ഈ ഭൂമിയിൽ ജനനമെടുക്കുവാൻ ഇടയായി തീർന്നത്. പ്രവചനത്തിന് നിവൃത്തിയാണ്. കന്യകയിൽ നിന്ന് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഒരു പ്രവചന ദൂതായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് ആര് മനുഷ്യരൂപം കൊടുത്തു? യേശുവിന് ആരും മനുഷ്യരൂപം കൊടുത്തതല്ല, മനുഷ്യ രൂപം യേശു എടുത്തതാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വാസ് ബീയിങ് ബോൺ എന്നാണ് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജഡാവതാരമെടുത്തു. പ്രവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ഈ ഭൂമിയിലേക്ക് യേശു ജനിക്കാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, യേശുവിന്റെ ജനനം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്തതായിരിക്കും. പക്ഷേ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ ജനനം ഇന്നും ഒരു മിറക്കിളായി, അത്ഭുതമായിട്ട് നിലകൊള്ളുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ തെളിവിതാണ്, ബൈബിളിൽ കാണാൻ കഴിയുന്ന ആ പ്രവചനത്തിന്റെ നിവൃത്തി. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ പ്രവചനം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിറവേറാനിടയായി. ഇനി രണ്ടാമത്തെ തെളിവ് എന്താണ്? യേശുവിന്റെ അമ്മയായ മറിയയും അവളുടെ ഭർത്താവായി ജോസഫും ജീവിച്ചിരുന്ന ആ നസ്രയത്തിലാണല്ലോ. പക്ഷേ ആ സമയത്ത് എല്ലാവരും സ്വന്തം പട്ടണത്തിൽ പോയി പേര് ചാർത്തണമെന്ന് ചക്രവർത്തിയുടെ കൽപ്പന വരാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് യേശുവിന്റെ ജനനം നടന്നത്. നമുക്കറിയാം, നമുക്കെല്ലാം ആ ഭാഗം അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ കറക്റ്റ് സമയത്ത്, യേശുവിനെ ഉദരത്തിൽ വഹിച്ച സമയത്ത് ഇല്ലേ, ആ ഒരു ഉത്തരവ് വന്നതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവനത് എത്തിരിക്കുന്നു. നോക്കിക്കേ, അപ്പൊ ഇവിടെ പ്രവചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രാജാവിന്റെ ഹൃദയത്തെ ദൈവം തിരിക്കാനിടയായി തീർന്നു. യേശുവിന്റെ ജനനത്തോട് തൊട്ടടുത്ത ആ സമയത്ത് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ്? എല്ലാവരും സ്വന്തം പട്ടണത്തിൽ പോയി അവരുടെ പേര് അവിടെ നൽകുവാനിടയായി തീരണം. അങ്ങനെ ഈ കൽപ്പന അതികഠിനമായ കൽപ്പനയാണ്. അത് ശിരസ വഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? യാത്രയായി. നമുക്കറിയാം, യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയയുടെ ഭർത്താവായ ജോസഫ് ഇങ്ങനെ പോകുന്ന രംഗം നമ്മൾ ഈ ജീസസ് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ആ ഭാവന നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. നോക്കിക്കേ, ആ സമയത്ത് അതികഠിനമായ വേദന വന്നു. ആ സമയത്ത് യേശു എവിടെ ജനിക്കുമെന്ന പ്രവചനം പറഞ്ഞത്? ബെത്ലഹേമിൽ യേശു ജനിക്കും. ആ സമയത്ത് എത്തിയപ്പോൾ ദൈവത്തിന്റെ ആ നിയോഗപ്രകാരം, അല്ലെങ്കിൽ പദ്ധതി പ്രകാരം കാലസമ്പൂർണത വന്നപ്പോൾ യേശു ക്രിസ്തു ആ ബെത്ലഹേമിൽ ജനിക്കുവാനിടയായി
ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് ആ ബൈബിൾ പ്രവചനങ്ങൾക്ക് തെറ്റുപറ്റത്തില്ല. യേശുക്രിസ്തു ജനിക്കുമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കും. യേശുക്രിസ്തു ഇന്നും അതിൻ്റെതായ ആ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ നല്ല വർത്തമാനം, നല്ല സാക്ഷ്യം ഇന്ന് ഇവിടെ വിളംബരം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഉലക മഹാന്മാർ എല്ലാവരും ഇവിടെ നിന്ന് ഒത്തിരി അവരുടെ തിയറികളും തിയോളജികളും ഒക്കെ പഠിപ്പിച്ച് അവര് ഇവിടുന്ന് മൺമറഞ്ഞു പോയി. പല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുകയാ. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും നമ്മോട് വിളിച്ചു പറഞ്ഞ സത്യമുണ്ട്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ജനനം അത് നിസ്തുല്യമായിരുന്നു. യേശുക്രിസ്തു തന്റെ പ്രവൃത്തികളിൽ നിസ്തുലനായിരുന്നു. യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ നിസ്തുലനായിരുന്നു. യേശുക്രിസ്തു തന്റെ പ്രഭാഷണങ്ങളിൽ നിസ്തുലനായിരുന്നു. എന്തിനേറെ പറയുന്നു, യേശുവിന്റെ മരണത്തിൽ പോലും യേശു നിസ്തുലനായിരുന്നു. ഇനി യേശുവിന്റെ അടക്കം അതും നിസ്തുലനായിരുന്നു. യേശുക്രിസ്തുവിന്റെ ആ ഉയർപ്പിൽ അതിൽ പോലും നിസ്തുല്യത കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെ, അതിന് തുല്യം പറയാൻ മറ്റ് യാതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രസക്ത ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ കണ്ടു യേശുക്രിസ്തു ഭൂമിയിൽ എന്ത് ചെയ്തു? ജനിച്ചു. എന്തിനാണ്? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു. നമ്മൾ ഇന്ന് 2024 എത്തി നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ 3 ചിന്തകളുണ്ട്. വേഗത്തിൽ പറഞ്ഞ് കൃത്യസമയത്ത് എന്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു? യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു? അങ്ങ് വളരെ ദൂരെയുള്ള നാട്ടിൽ യേശു ജനിച്ചത് കൊണ്ട് അയ്യമ്പുഴയിൽ താമസിക്കുന്ന എനിക്കെന്താ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ? ആമേ, ഒരുപക്ഷെ അങ്ങനെ ചിന്തകൾ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനം ഒരു യാദൃച്ഛികമായിരുന്നില്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കാനിടയായി. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്റെ ഒന്നാമത്തെ സന്ദേശം ഇതാണ്: യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു? ഒന്നാമത്തെ ചിന്ത ഞാൻ പറയാം. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, പാപം മൂലം മനുഷ്യൻ വിരൂപമാക്കപ്പെട്ടു. മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ആദിമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിന്റെ പരിണത ഫലമായി മനുഷ്യൻ വിരൂപമാക്കപ്പെട്ടു. അവന്റെ തേജസ് നഷ്ടമായി. അവൻ പാപത്തിൽ അകപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു മാറാനിടയായി തീർന്നു. പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന ശിക്ഷാവിധി അവനിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ ആ പ്രത്യേകമായ കരുണയാൽ ദൈവം തന്റെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്ത ഒരു കാര്യപരിപാടിയാണ് എന്ത്? തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിക്ക് അയക്കുക. അതാണ് വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകം എന്ന് പറയുമ്പോൾ ആ ലോകത്തിൽ നമ്മളെല്ലാം ഉണ്ട്. അയ്യമ്പുഴയിൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളെയും കൂടെ ചേർത്ത് പറയുക, സ്നേഹിത, നിങ്ങളെയും ദൈവം സ്നേഹിച്ചു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ നഷ്ടമായി പോകാതിരിക്കാൻ, നിങ്ങളുടെ നിത്യമായ നരകത്തിൽ പോകാതിരിക്കാൻ എന്റെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതിനുവേണ്ടി ദൈവം കൊടുത്ത വില എന്താണ്? തന്റെ പുത്രനായ യേശുവിനെ യാഗമായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ മനുഷ്യന് സ്വയമായിട്ട് കഴിയത്തില്ല എന്ന് ദൈവത്തിനറിയാം. പാപം ഇന്ന് എല്ലായിടത്തും പാപത്തിന്റെ പരിണിത ഫലങ്ങളെ കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്, അല്ലേ? പാപം നമുക്കത് കാണാൻ കഴിയില്ല. പാപം അത് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. എല്ലായിടത്തും പാപം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു മഴുവോ വാക്കത്തെയോ എടുത്ത് വെട്ടിക്കളയാമായിരുന്നു. പാപം ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇവിടുത്തെ അധികാരികൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാമായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അതിനെ അല്ലെങ്കിൽ നമുക്ക് അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാമായിരുന്നു. പക്ഷേ കത്തിച്ച് കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം. വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിടാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം. എന്താണ് പാപം? മാനവജാതിയുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഇരുട്ടാണ് പാപം. ഈ ഇരുട്ട് അത് മനുഷ്യനിൽ കുടിയിരിക്കുന്നിടത്തോളം കാലം തിന്മയുടെ അധാർമിക പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും.
പ്രിയപ്പെട്ടവരെ, ഈ തിന്മയിൽ നിന്നുള്ള വിടുതലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പൈശാചികമായ പ്രവൃത്തികളിൽ നിന്ന് വിടുതലാണ് ഞങ്ങൾ ഈ സുവിശേഷ യോഗം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അയ്യമ്പുഴ ദേശനിവാസികളെ, ഇവിടെ പാപികളില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കള്ളന്മാരില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഈ റോഡുകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് എന്തിനാണ്? ഇവിടെ ഇങ്ങനെയുള്ള സെക്യൂരിറ്റികളും പോലീസ് അധികാരികളും ഒക്കെ എന്തിനാണ്? അങ്ങനെയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ പറയട്ടെ, എല്ലാവരും പാപികളായി, എല്ലാവരും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി, പാപം ഈ ഭൂമിയിൽ പെരുകി. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ആവശ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാ ഭൂമിയിൽ വന്നത്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനാകുവാൻ ഇടയായി തീർന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, മനുഷ്യർക്ക് സ്വയമായി പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനു വേണ്ടിയാണ് ദൈവം മുൻകൈയെടുത്ത് തന്റെ പുത്രനെ ഏകയാഗമായി ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് പാപമോചനത്തിന് വേണ്ടിയല്ലേ ആളുകൾ ബന്ധപ്പെടുന്നത്? ഇപ്പോൾ ഇത് തീർത്ഥാടന യാത്രകളുടെ സമയമാണ്. നമ്മൾ ഒത്തിരി ആളുകളെ കാണുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്തിനാ സഹോദര ഇങ്ങനെ പോകുന്നേ? അതെ, മോക്ഷം കിട്ടാനാ. പറയാറില്ലേ, ഭാരമേറിയ കുരിശുകൾ വഹിച്ചുകൊണ്ട് പോകുന്നു, തീർത്ഥാടന യാത്രകൾ നടത്തുന്നു, ശരീരം മുറിവേൽപ്പിക്കുന്നു, നേർച്ചകളും കാഴ്ചകളും കർമ്മങ്ങളും ആചാരങ്ങളും കഴിക്കുന്നു. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താ? മോക്ഷം കിട്ടാൻ വേണ്ടിയാ. അവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഏതോ ഒരു ഭാരം മാറാൻ, അല്ലെങ്കിൽ വിടുതൽ കിട്ടാൻ, അല്ലെങ്കിൽ രക്ഷ നേടാൻ, അതിനുവേണ്ടിയാണ് ഇത്ര ബദ്ധപ്പാടുകൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒറ്റവാക്യം ഞാൻ പറയാം, മലകൾ കയറിയാൽ രക്ഷ കിട്ടത്തില്ല. നേർച്ചകളോ കാഴ്ചകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ കഴിച്ചാൽ രക്ഷ കിട്ടത്തില്ല. ഈ കാര്യങ്ങൾ നിമിത്തമെല്ലാം കരുതിക്കൂട്ടി ശരീരം മുറിവേൽപ്പിച്ചാലോ ദീർഘദൂരം യാത്ര ചെയ്ത് ബന്ധപ്പെട്ട് ഓടിയാലോ രക്ഷ കിട്ടത്തില്ല. വിശുദ്ധ ബൈബിളിനെ മുൻനിർത്തി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അയ്യമ്പുഴ ദേശമേ കേൾക്ക, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ആ നാമം യേശുക്രിസ്തു എന്ന ഏക നാമം. യേശുക്രിസ്തു എന്ന ഏക നാമം, ആ നാമമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. ആര് ആ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് രക്ഷയുണ്ട്. നിത്യമായ ശിക്ഷാവധിയിൽ നിന്നും നമുക്ക് രക്ഷയുണ്ട് എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ചിന്ത മറന്നു പോകരുത്. യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു? മനുഷ്യൻ അനുഭവിക്കാൻ പോകേണ്ടിയിരുന്ന ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി എന്ന് ഒറ്റവാക്കിൽ പറയാം. യേശുവിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം, അതിനുവേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ യേശുക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ രക്ഷകൻ ജനിച്ചത് അയ്യമ്പുഴ ദേശത്തിന് വേണ്ടിയാണ്. ഇവിടെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, എങ്ങനെ ഇത് കൈവശമാക്കാൻ പറ്റും? വിശുദ്ധ ബൈബിളിനെ മുൻനിർത്തി പറയുന്നു, യേശുക്രിസ്തുവിനെ കർത്താവെന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും യേശു നമ്മുടെ രക്ഷകനാണ്, അല്ല എന്റെ രക്ഷകനാണെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷ സൗജന്യമായിട്ട് കിട്ടും. പ്രിയ സ്നേഹിത, വില കൊടുക്കണ്ട കേട്ടോ. നമ്മൾ കർമ്മങ്ങളും ആചാരങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒന്നും കഴിക്കണ്ട. ഒറ്റ വാക്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവിനെ ഒന്ന് വിളിച്ചാൽ, ഒന്ന് സമർപ്പിച്ചാൽ ഈ രക്ഷയെ നിങ്ങൾക്ക് കൈവശമാക്കാൻ കഴിയും. അപ്പോ യേശുവിന്റെ വരവിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. എബ്രായ ലേഖനം, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഏത് പാപത്തിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ രക്തം ചൊരിച്ചിൽ വേണം, അല്ലേ? അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ നോക്കൂ. 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് കാൽവരിയിൽ യേശുക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങപ്പെട്ടവനാ നിൽക്കുകയാ, ഇല്ലേ? നമുക്ക് വേണ്ടി അവൻ വിരൂപമാക്കപ്പെട്ടത് 1 കുറയെ 39 അടി യേശുവിന്റെ ശരീരത്തിൽ അടിച്ചുവെന്ന് ചരിത്രം പറയുന്നു. ഓരോ മുറിവും അതിലൂടെ രക്തം ധാരധാരയായി ഒഴുകുകയാ. അവസാനം ക്രൂശിൽ യേശുവിനെ തൂക്കി ഉയർത്തിയപ്പോൾ കുന്തം കൊണ്ട് വിലാപുറത്ത് കുത്തി ഒരു തുള്ളി രക്തം വരാനില്ലായിരുന്നു കേട്ടോ. അവസാനത്തെ തുള്ളി രക്തം വരെയും നമ്മുടെ വിമോചനത്തിനായി യേശുക്രിസ്തു ഊറ്റി തന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആ രക്തമാണ് നമ്മെ രക്ഷിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല.
ആ രക്തമാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. ആ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപം മോചിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ മുമ്പിൽ പോയി നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. ഇന്ന് അനേകം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മനുഷ്യന് ദൈവികത്വം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപം മോചിക്കപ്പെടാമെന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നു. സ്നേഹിത, അങ്ങനെയല്ല കേട്ടോ. മനുഷ്യർക്കാർക്കും പാപങ്ങളെ മോചിക്കാൻ സ്വർഗത്തിനായ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ദൈവത്തിനല്ലാതെ നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ദൈവം വെച്ച ഏക വഴി എന്താണ്? ആ വഴി യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തമാണ് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ആ രക്തത്തിൽ കൂടെ മാത്രമേ നമ്മുടെ പാപത്തെ കഴുകാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വരവിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 3:8 വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്ന. സമയക്കുറവ് കൊണ്ട് വാക്യം വായിപ്പിക്കും, ഞാൻ തന്നെ പറയാം. യേശുക്രിസ്തു വന്നത് എന്തിനാണ്? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. ഒന്നും കൂടെ തെളിച്ചു പറയാം, യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? പിശാചിന്റെ പദ്ധതികളെ പൊളിക്കാൻ വേണ്ടിയാ, പിശാചിന്റെ പദ്ധതികളെ തകർക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ പിശാചിന്റെ പ്രവൃത്തി? പാപവും മരണവുമാണ്. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. പാപത്തിന്റെ ശിക്ഷയായ മരണം മനുഷ്യന് സൗജന്യമായി കൊടുക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, പാപം ചെയ്യാൻ ആരുടെയെങ്കിലും പെർമിഷൻ വേണോ? വേണ്ട. ഇന്ന് മനുഷ്യൻ ലൈസൻസ് ഇല്ലാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്താ? ഇവിടെ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തി ഈ ദേശം മുഴുവൻ വ്യാപരിക്കുന്നു, സർവ്വലോകത്തിലും വ്യാപരിക്കുന്നു. മനുഷ്യൻ അറിയാതെ പോലും തെറ്റുകളെ ചെയ്തുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? സമ്പത്തിന്റെ കുറവാണോ? മാന്യതയുടെ കുറവാണോ? അഭിമാനത്തിന്റെ കുറവാണോ? ഞാൻ പറയുന്നു, അതിന്റെ ഒന്നും കുറവല്ല. അങ്ങനെയെങ്കിൽ കൊല്ലത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വാർത്ത ഉണ്ടാകത്തില്ലായിരുന്നു. ആ വ്യക്തി പത്മകുമാർ അല്ലേ, തന്റെ ഭാര്യ അനിത, തന്റെ മകൾ അനുപമ, നമ്മളെല്ലാം വായിച്ചതാ. ഡിഗ്രിക്ക് റാങ്ക് നേടിയെന്നൊക്കെ ഞാൻ കേട്ടത്. അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബം, അവർക്ക് സാമ്പത്തികമായി ഞെരുക്കം വന്നപ്പോൾ അവർ കണ്ട മാർഗം എന്താ? 6 വയസ്സ് മാത്രം പ്രായമുള്ള അബിഗേൽ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടാൻ തക്കവണ്ണം മനുഷ്യൻ അധപ്പതിച്ചു. വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? എന്താ ഞാൻ പറയുന്നു, അവിടെ പിന്നിൽ വ്യാപരിച്ചത് പൈശാചിക പ്രവൃത്തിയാണ്, പൈശാചിക വ്യാപാരമാണ്. അതാ വചനം പറയുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ലോകത്തിൽ പിശാചിന്റെ പ്രവൃത്തി അതിൻ്റെതായ നിലവാരത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ജയിലിലൊക്കെ ഞങ്ങൾ പലപ്പോഴും പോകാറുണ്ട്. ജയിലിൽ കിടക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ സുബോധമുള്ള പലരും അതിനകത്തുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ കണ്ണുനീരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇവിടെ വരേണ്ടവരല്ല, എങ്ങനെയോ ഈ തെറ്റ് ചെയ്തു പോയി, അബദ്ധം പറ്റി. നല്ല വിദ്യാഭ്യാസമുള്ളവര്, നല്ല കുടുംബത്തിൽ പറഞ്ഞവര്, നല്ല യോഗ്യന്മാര് പലരും ജയിലറയ്ക്കുള്ളിൽ ഇന്ന് കിടക്കുകയാ, വീർപ്പുമുട്ടുകയാ. വളരെ ദുഃഖത്തോടും വേദനയോടും കൂടെ അവർ കണ്ണുനീരൊഴുക്കുക. അവിടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നോക്കിക്കേ, എത്ര ഭാരമാണല്ലേ. മക്കൾക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ? അബദ്ധം പറ്റി ഒത്തിരി ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. സ്നേഹിത, എന്താ കാര്യം? തിന്മയുടെ ശക്തികൾ അവനെ നിയന്ത്രിച്ചു, തിന്മയുടെ ശക്തികൾ അവനെ കീഴടക്കി, പിശാചിന്റെ പ്രവൃത്തികൾ അവനിൽ വെളിപ്പെട്ടിട്ട് അവൻ പോലും അറിയാതെ ഈ തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യിച്ചു. പിന്നീട് സുബോധം വരുമ്പോഴാ തിരിച്ചറിയുന്നത്, അയ്യോ വേണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദേശനിവാസികളെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ ഓമന പേരിട്ട് നമ്മുടെ കൊച്ചു കേരളത്തെ വിളിച്ചിരുന്നല്ലോ. ഇന്ന് ആ പേരിനോട് എന്തെങ്കിലും നീതി പുലർത്തുന്നുണ്ടോ? ആ പേരിനോട് യോജിക്കുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനം? നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം പറയാം, എന്തെങ്കിലും അതിനോട് ചേരുന്നുണ്ടോ?
കഴിഞ്ഞ ചില ആഴ്ചകളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ കേരള ജനതയെ മുഴുവൻ കണ്ണുനീരിൽ ആഴ്ത്തിയ ഒത്തിരി വാർത്തകൾ നമുക്ക് നമ്മുടെ മറാഠി അല്ലെങ്കിൽ നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ വായിച്ച് നമ്മുടെ മനസാക്ഷി വേദനിക്കാൻ ഇടയായിത്തീർന്നു, ഇല്ലേ? എന്നാണത്? ഒട്ടും വിദൂരത്തിലല്ല, അങ്ങ് ആലുവയിൽ 5 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ കൊന്ന് കുപ്പയിൽ തള്ളി. അങ്ങ് കൊല്ലത്ത് 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു ബാലികയെ സ്വന്തം പിതാവും മഴ കൊണ്ട് വെട്ടിനുറുക്കി, ഇല്ലേ? തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു. ഇനി നമ്മുടെ അടുത്ത മൂക്കന്നൂരിൽ കാമുകന്റെ കത്തിമുനയിൽ കുത്തി കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരിയുണ്ട്. നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടാകും, ഇല്ലേ? ഇനി എന്തിനേറെ പറയുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള 24 വയസ്സ് മാത്രം പ്രായമുള്ള സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനമായി മാറേണ്ടിയിരുന്ന ഒരു യുവ ലേഡി ഡോക്ടർ, ഒരു കാബാലികന്റെ കൈക്കരുത്തിൽ ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയി. എത്ര പ്രിയപ്പെട്ടവരിങ്ങനെ പോയിട്ടുണ്ട്. ഇതൊക്കെ വളരെ പരിമിതമായ കാര്യമാണല്ലേ? മാതാപിതാക്കന്മാരെ കൊല ചെയ്യുന്ന മക്കൾ, അല്ലെ? അങ്ങ് എറണാകുളത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ചു. ഇനി നോക്കിക്കേ, ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താണ്? മരുമകള് അമ്മായിയമ്മയെ കാലുമടക്കി നടുവിന് ചവിട്ടി, ഇല്ലേ, വീഴ്ത്തിക്കളഞ്ഞു. നാട്ടുകാരറിഞ്ഞ് ആ വീഡിയോ ഒക്കെ പിന്നീട് വൈറലായി. ഇന്ന് ജയിലിൽ കഴിയുക. അപ്പോൾ ഇവിടെ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുക. എന്താ കാര്യം? പിശാചിന്റെ പ്രവർത്തികൾ, സാത്താന്യ വ്യാപാരങ്ങൾ ദേശത്ത് മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പൈശാചിക പ്രവർത്തികളുടെ മൂലകാരണം? ഞാൻ എന്റെ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞു, പാപം എന്ന ആ ഒറ്റ കാരണമാണ് ഈ പ്രവർത്തികളെല്ലാം വെളിപ്പെട്ടു വരുന്നത്. പ്രിയപ്പെട്ടവരെ, മദ്യാസക്തിയും ലഹരിയും ഇത് ഒക്കെ നമ്മുടെ സമൂഹത്തെ സാരമായിട്ടല്ല, നല്ല നിലകളിൽ ബാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകാം. നമ്മുടെ അങ്കമാലിയിൽ ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട എക്സൈസ് അധികാരികൾ പിടിച്ചെടുത്തത് 200 കിലോ കഞ്ചാവ, 2 കിൻഡൽ. എന്തിനാ? നമ്മുടെ നാട്ടിലെ തെങ്ങിനും കപ്പയ്ക്കും ഒന്നും വളമായിട്ടിടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങ് ദൂരത്ത് നിന്ന് തന്ത്രപൂർവ്വം കൊണ്ടുവന്നത്. അത് പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ഉണ്ടെന്ന്. പിടിക്കപ്പെടാത്ത എത്രയോ കേസുകളുണ്ട്. ഇതെല്ലാം കഴിച്ചല്ലേ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇന്ന് വഴിതെറ്റി പോകുന്നത്. എന്റെ സ്നേഹിതനായ പാസ്റ്റർ സാജിമോൻ കുര്യാക്കോസ്, പാസ്റ്റർ സാജിമോൻ PK, അവർ പാർക്കുന്ന നെടുമ്പാശ്ശേരിയിലേക്ക് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ പോലും അവിടെ ആ സമയത്ത് മദ്യലഹരയിൽ നടക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ മാത്രമല്ല, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും, ഇല്ലേ, യൂട്യൂബിൽ കൂടെ ഒക്കെ വാട്സപ്പിൽ കൂടെ ഒക്കെ വരാറില്ലേ, പെൺകുട്ടികൾ പോലും മദ്യത്തിന് അടിമകളാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ട് തുടങ്ങിയിരിക്കുന്നു. എന്താ കാര്യം? പിശാചിന്റെ പ്രവൃത്തികൾ നമ്മുടെ ദേശത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, പുരോഗതിയിലേക്ക് പോകേണ്ട നമ്മൾ അധോഗതിയിലേക്ക് പോകുകയാ. തിരിച്ചറിവില്ലാത്ത വിവേകമില്ലാത്ത മനുഷ്യൻ ഇവിടെ വളർന്നു തുടങ്ങിയിരിക്കുക. അങ്ങനെ ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാ. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത തലമുറകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങൾ ഇനി കുറയുകയല്ല, കൂടുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഒരു പ്രവചനം എന്നാണ് ഓർപ്പിക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. ഇതെല്ലാം എന്തിന്റെ ലക്ഷണങ്ങളാണെന്ന് അറിയാമോ? ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതിന്റെയൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയത്. രാജ്യങ്ങളോട് എതിർക്കുന്നു. അങ്ങ് പാലസ്തീനില്, ഇല്ലേ, ഗാസയില്, അവിടെയൊക്കെയുള്ള യുദ്ധങ്ങൾ, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധങ്ങൾ വിശുദ്ധ ബൈബിളില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ. രാജ്യങ്ങളോട് എതിർക്കും. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പമൊക്കെ ഉണ്ടാകും, മഹാരോഗം ഉണ്ടാകും. 2018 പ്രളയം വന്ന് നമ്മെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു. അത് കഴിഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴാ അടുത്ത 2020 കോവിഡ് എന്ന മഹാമാരി വന്നു, ഇല്ലേ? 10 രൂപയുടെ സോപ്പിട്ട് കഴുകിയാൽ പോകുന്ന ഒരു വൈറസിന്റെ മുമ്പിൽ ലോകം മുഴുവൻ മുട്ടുമടക്കി. എത്രയോ പ്രയാസങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒമിക്രോൺ, അങ്ങനെയുള്ള വൈറസുകൾ ഇന്നലെ വീണ്ടും വന്നേക്കുന്നു. അടുത്ത വൈറസ് അങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ അത് കത്തിപ്പടരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളെല്ലാം ജാഗ്രതയോടെ ഇരിക്കാൻ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ വാർത്തകൾ വരുന്നു. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിപ്പെടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്റെ സമയമാകുന്നു. മാനവ സമൂഹ
സമൂഹത്തെ തെറ്റിക്കുന്ന പാപമെന്ന ആ പ്രവൃത്തി പിശാച് മനുഷ്യനിൽ കൂടെ ചെയ്യിക്കുമ്പോൾ മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, മനുഷ്യർക്ക് വിവേകം നഷ്ടപ്പെട്ടു. മദ്യം വാങ്ങി കുടിക്കുക, മദ്യം എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കുടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉറുമ്പിന്റെ മുമ്പിലേക്ക് 2 കഷണം ഉപ്പും ചില പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ രണ്ടിനും ഒരേ കളറാ. ഉറുമ്പ് ഏതെടുക്കും? ഉറുമ്പ് ഒരിക്കലും ഉപ്പ് തൊട്ടു നോക്കത്തില്ല, പഞ്ചസാരയെ കഴിക്കത്തുള്ളൂ. ഉറുമ്പിന് സുബോധമുണ്ട്. മദ്യക്കുപ്പികളിലും സിഗരറ്റ് പാക്കിലും മയക്കുമരുന്നിന്റെ പുറമെയൊക്കെ എഴുതിയിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. പക്ഷെ അതൊന്നും വായിക്കാൻ നേരമില്ല. അതൊന്നും നോക്കാതെ, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുകൾ ഒന്നും മനസ്സിലാക്കാതെ വേണ്ടുവോളം വാങ്ങി കുടിക്കുകയും കഴിക്കുകയും ചെയ്യുക. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കേരളമേ അധോഗതിയിലേക്കല്ലേ പോകുന്നത്? വിവാഹമോചനങ്ങൾ പെരുകുന്നു, വൃദ്ധസദനങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു, അതുപോലെ ആത്മഹത്യകൾ പെരുകുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം ഒക്കെ നമ്മൾ വാഴ്ത്തി പാടുമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വർദ്ധിച്ചു വരികയാ. നമുക്കൊരു മോചനം വേണ്ടേ? നമുക്ക് ഒരു ലക്ഷ്യം വേണ്ടേ? നമ്മുടെ യാത്ര തുടരണ്ടേ? ഇങ്ങനെ അധപ്പതിച്ചാൽ മതിയോ? ഞങ്ങളെ പോലെയുള്ള സുവിശേഷകന്മാരൊക്കെ ഇങ്ങനെ വില കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ദീർഘദൂരം യാത്ര ചെയ്തൊക്കെ വന്ന് ദേശങ്ങളിൽ സുവിശേഷത്തിന്റെ നല്ല വർത്തമാനം വിളിച്ചറിയിക്കാൻ കാര്യമെന്താ? ഇത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയ അയ്യമ്പുഴ ദേശത്തും ഈ സുവിശേഷത്തിന്റെ സന്ദേശം പ്രയോജനപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്നേഹിത, നിങ്ങൾക്ക് വിമർശന ബുദ്ധിയോടെ ഇതിനെ ഒരുപക്ഷെ നോക്കിക്കാണാം, നിങ്ങൾക്ക് ഇതിനെ സ്വീകരിക്കാം, തള്ളിക്കളയാം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറഞ്ഞ സത്യമാണ്. ഈ വചനം അത് വിശ്വാസയോഗ്യമാണ്. നിങ്ങൾ നാശത്തിലേക്ക് പോകേണ്ടവരല്ല, നിത്യമായ ജീവനിലേക്ക് നിങ്ങൾ പോകേണ്ടവരാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ നയിക്കുന്ന തിന്മയുടെ ശക്തിയിൽ നിന്നും മോചനം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു കാര്യം കൂടെ പറയാം, അപ്പോൾ എന്റെ സമയം ഇവിടെ തീരും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ജീവൻ ഉണ്ടാകാനാണ്. യേശു ആരാണ്? നിത്യജീവന്റെ ഉറവിടമാണ്. നിത്യജീവന്റെ മൊഴികൾ യേശുക്രിസ്തുവിലുണ്ട്. ആ നിത്യജീവന്റെ വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരാണ്? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാ. ഞങ്ങളെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിച്ചതിന്റെ പ്രചോദക ശക്തി എന്താണ്? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ അയ്യമ്പുഴയിലും വന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളിവിടെ വിളംബരം ചെയ്യുകയാ. നിത്യജീവന്റെ വചനം യേശു ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമാണ് യേശു വന്നത്. യേശു അധികാരത്തോടെ 3.5 വർഷം ഈ ശുശ്രൂഷ ചെയ്തു. യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു. പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മാതാവിനെ സുഖപ്പെടുത്തി. 12 വർഷം രക്തസ്രാവം ബാധിച്ച ഒരു സഹോദരിയെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ അവൾ സൗഖ്യമായി. അവളുടെ ജീവൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലല്ലേ അടങ്ങിയിരിക്കുന്നത്? 12 വർഷം ഒരു സഹോദരി രക്തസ്രാവം ബാധിച്ച് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുക. ആ സഹോദരി യേശുവിൽ വിശ്വസിച്ചു. അവൾ പറയുക, യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം ഞാൻ കേട്ടു, എനിക്കും യേശുവിനെ വേണം, ഞാൻ യേശുവിന്റെ അടുക്കൽ പോകും. അല്ല, ആ സഹോദരിയോടും ചോദിച്ചേ, നിനക്ക് പോകാൻ പറ്റുമോ? നിന്റെ ശരീരത്തിൽ ജീവനില്ലല്ലോ, രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നീ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയേണ്ടവളല്ലേ, നിനക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ലല്ലോ. അവൾ പറയും, ഇല്ലില്ല, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്റെ ശരീരത്തിൽ പുതുജീവൻ നൽകുന്നു. ഞാൻ ഈ കിടക്കയിൽ എഴുന്നേൽക്കും, എന്റെ യേശുവിനെ കാണാൻ ഞാൻ പോകും, എന്റെ യേശു എനിക്ക് സൗഖ്യം തരും. എന്നെ കേൾക്കുന്ന സ്നേഹിത, രോഗം മൂലം നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുകയാണോ? നിങ്ങളുടെ ശരീരം ബലഹീനമായിരിക്കുകയാണോ? ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. യേശുക്രിസ്തു സൗഖ്യദായകനാണ്. അയ്യമ്പുഴ ദേശമേ, നിങ്ങളുടെ രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ യേശുവിന് കഴിയും. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം ഒരു ആശ്വാസം നൽകി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാ.
നിങ്ങളെ ആർക്കും സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതി തന്ന കുറിപ്പടയുമായി നിങ്ങൾ ദുഃഖത്തോടെ കഴിയുന്ന വ്യക്തിയാണോ? ഞങ്ങൾ പറയുന്നു, യേശുക്രിസ്തുവിനെ പരീക്ഷിക്കൂ, യേശുക്രിസ്തുവിനേക്ക് അടുത്തു വരൂ. യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് വരുത്തി വെച്ച രോഗശക്തികളെ, രോഗ ആത്മാവിനെ യേശു അഴിച്ചു മാറ്റും. ഇന്ന് രാത്രിയിൽ ഈ വചനം അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു സൗഖ്യദായകനാണ്. അപ്പോൾ ആ ശുശ്രൂഷ യേശുവിന്റെ സ്വർഗാരോഹണത്തുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർക്ക് കൈമാറി. ഞങ്ങളും അത് ഏറ്റെടുത്തിരിക്കുകയാ. ഞങ്ങൾ ഈ ജീവന്റെ വചനം പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും യേശു 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് പൂജാതനായി. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിന്റെ വചനം ഇന്നിവിടെ വിളംബരം ചെയ്യുമ്പോൾ ഈ വചനത്തിൽ കൂടെയുള്ള ജീവൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പക്ഷപാതം പിടിച്ച ഒരാൾക്ക് ജീവൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ജീവൻ ഉണ്ട്. പക്ഷേ ഒരു പാമ്പ് തന്റെ അടുക്കേക്ക് ഇഴഞ്ഞിഴഞ്ഞ് വന്നാൽ അതിനെ ഓടിച്ചു കളയാനോ തല്ലിക്കൊല്ലാനോ അദ്ദേഹത്തിന് കഴിവില്ല. കാര്യം എന്താ? ജീവനുണ്ട്, അനങ്ങുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കഴിവില്ല. എന്നാൽ യേശുക്രിസ്തു നൽകുന്നത് ജീവനും സമൃദ്ധിയായ ജീവനുമാണ്. അർത്ഥാൽ സമൃദ്ധിയായ ജീവൻ നൽകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ആ ബലഹീനത ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സമൃദ്ധിയായ ജീവൻ കൊടുക്കും. അതാ വചനം പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാനുള്ള അധികാരം നിങ്ങൾക്ക് തരുന്നു. ഇന്ന് രാത്രിയിൽ അയ്യമ്പുഴ ദേശമേ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കൂടെ ആ ജീവൻ, സമൃദ്ധിയായ ജീവൻ യേശുക്രിസ്തു സൗജന്യമായി ഓഫർ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? പാപക്ഷമ ലഭിക്കും, നമുക്ക് നിത്യജീവൻ ലഭിക്കും, നിത്യതയുടെ അവകാശികളായി മാറും, നല്ല വ്യക്തിത്വങ്ങളായി സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ലോകം അതിന്റെ അന്ത്യത്തെങ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇനി അധികം നാൾ നമ്മുടെ മുൻപിൽ ഇല്ല. കാലം അതിന്റെ അന്ത്യത്തെങ്കിലേക്ക് നീങ്ങുകയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. ആരെ ചേർക്കുവാനാ യേശു വരുന്നറിയാമോ? കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കാൻ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോകുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളും കാണപ്പെടണം. ഈ ദേശത്ത് നിന്ന് ഇത്രയും ആളുകൾ പോരാ, ഇതിനകത്ത് ഇനിയും ആളുകൾ ചേരണം. യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങണം. യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. നോഹയുടെ കാലത്ത് പ്രളയമുണ്ടാകാൻ പോകുന്നുവെന്ന് നോഹ പ്രസംഗിച്ചപ്പോൾ ആരും അംഗീകരിച്ചില്ല. മഴയില്ലാത്ത കാലത്ത് 40 രാവും 40 പകലും മഴ പെയ്തു. ഭൂമി മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞു. പെട്ടകത്തിൽ കയറിയവർ മാത്രം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് കൃപായുഗമാണ്. കൃപയുടെ വാതിൽ അടയാറായി. ഇന്നും ആലയത്തിന്റെ വാതിൽ ഈ ദേശത്ത് തുറക്കപ്പെട്ടിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ സഭ ഈ അയ്യമ്പുഴ ദേശത്തുണ്ട്. ഇവിടെ ഒരു ദൈവദാസനുണ്ട്. ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ ദേശത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ ഇവിടെ നല്ല അവസരങ്ങളുണ്ട്. അവസരങ്ങൾ വിനിയോഗിക്കൂ. മാന്യ സ്നേഹിത, യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെയുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുമായി ബന്ധപ്പെടൂ. ഈ യോഗം ഇന്നുകൊണ്ട് ഇവിടെ കഴിയും. നാളെ ഇങ്ങനെ ഒരു യോഗം ഇവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ദൈവദാസൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെടുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആ യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. അതിനായി നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കാം ഒരുപക്ഷെ. ഇന്ന് രാത്രി അത് സ്വീകരിക്കൂ. അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേശത്തോട് ഈ സന്ദേശം വിളിച്ചറിയിക്കാൻ ഇപ്രകാരം അവസരം തന്ന വാത്സല്യ ദേവദാസനോടും സഭയോടും എന്റെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ,
ദൈവത്തിന്റെ വചനം വിളംബരം ചെയ്യുവാൻ അടിയനെ ഇവിടെ ഉപയോഗിച്ചതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവന്റെ വചനം ഹൃദയത്തിൽ രൂപാന്തരം വരുത്തട്ടെ. വരുന്ന ആളുകളിൽ ഈ വചനത്തിന്റെ സത്യം മനസ്സിലാക്കി അനേകർ യേശുക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിനംപ്രതി രക്ഷിക്കപ്പെട്ടവർ സഭയോട് ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തോട് പോരാടുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും പിശാചിന്റെ പ്രവൃത്തികളെയും അങ്ങനത്തെ അധികാരത്തിൽ കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുക്രിസ്തു ഈ ദേശത്ത് മഹത്വമെടുക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം ഈ ദേശത്ത് ഉയരട്ടെ. ഇവിടെയുള്ള ആമേൻ ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേവദാസൻ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.